ഇതിപ്പോൾ ഒരു ആരോപണമാണ്, തെളിയിക്കപ്പെട്ടിട്ടില്ല, അന്വേഷണം നടക്കണം. ഇപ്പോൾ SITന്റെ മുന്നിൽ തന്നെ ഇത് അന്വേഷണമായി വരും. അങ്ങനെ നിയമ നടപടി നേരിടേണ്ടി വരുന്ന ഒരാൾ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായും ഈ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ അംഗമായൊക്കെ തുടരുന്നതിലെ ധാർമ്മികത എന്താണ്? അതാണ് നമ്മൾ ചോദിക്കുന്നത്. ധാർമ്മികതയും അധാർമികതയും നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഇവരുടെ മുൻപിൽ ഇന്നിപ്പം നമുക്ക് നമ്മളെക്കാൾ പ്രഗത്ഭരായിട്ടുള്ള, നമ്മളെക്കാൾ കഴിവുള്ള, നല്ല ആധികാരികതയുള്ള ഒരു പോലീസ് ടീമുണ്ട്. SIT എന്നാണ് അതിന് പേര്. ആ SITയുടെ മുൻപിലേക്ക് അവർ വരികയാണ്. അവർ വരും. അപ്പോൾ കാര്യങ്ങൾ മൊഴി വരും. അവരുടെ ചോദ്യത്തിന് ഉത്തരം അവർ പറയേണ്ടി വരും. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾ ചോദിച്ചപ്പോൾ മുൻപ് രഞ്ജിത്തിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ സിദ്ദിഖിനെ പറ്റി വന്നു. സിദ്ദിഖിനെ പറ്റിയെല്ലാം വന്ന ആരോപണം എന്തായിരുന്നു? ഞാൻ മിണ്ടിയോ? അമ്മക്കെതിരെ ഏറ്റവും ശക്തമായിട്ട് വിമർശനം നടത്തിയ ഒരാളാണ് ഞാൻ. അമ്മയുടെ തലവനായിട്ടുള്ള ഒരാൾക്കെതിരെ വന്നപ്പോഴും ഞാൻ പറഞ്ഞില്ല. അവരെ സ്വയം തീരുമാനിച്ചതാണത്. ഞാൻ പറയുന്നത് ഇതാണ്, കുറ്റാരോപിതരായിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകളെ കൃത്യമായിട്ട് നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരാൻ പറ്റുന്ന കെൽപ്പുള്ള, നല്ല ഇച്ഛാശക്തിയുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നമ്മുടെ കേരള ഗവൺമെൻറ് നിശ്ചയിച്ചത് പ്രതിപക്ഷത്തിനെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. അതാണ് അവർ ഇതിലും കൂടി രാഷ്ട്രീയം, ഈ സിനിമാ രംഗത്തുള്ള ഈ ഒരു പ്രശ്നത്തിൽ പോലും, സ്ത്രീ പ്രശ്നത്തിൽ പോലും രാഷ്ട്രീയം കണ്ട് ബഹളം കൂട്ടി തെരുവിലിറങ്ങി സമരം നടത്തുകയല്ല വേണ്ടത്. മറിച്ച് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേരള ഗവൺമെൻറ് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അത് ഗവൺമെൻറ് ചെയ്തത് അപ്രിഷ്യേറ്റ് ചെയ്യണം. അതിന് പ്രതിപക്ഷ നേതാവും മഹിളാ കോൺഗ്രസ് എല്ലാം അതാണ് ചെയ്യേണ്ടത്. കുറ്റവാളികളെ ഇതെല്ലാം മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ആരോപണമാണ്. ഞാനത് കേട്ടില്ല. എന്താ അത്? പറഞ്ഞത് എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് പറയിപ്പിച്ചാൽ ശരിയാവില്ല. ഞാൻ കേൾക്കണം, എനിക്ക് മനസ്സിലാവണം എന്താണ് പറയുന്നത്. അല്ല, അത് ശ്രാവൺ അങ്ങനെയുള്ള ചോദ്യം ചോദിച്ച് ഞാൻ കേൾക്കാത്തത് കേട്ടു എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല. CPM തീരുമാനിച്ചിട്ടുണ്ടോ ഇവർ രാജിവെക്കേണ്ടതില്ല, ഈ മന്ത്രി MLA ഒന്നും രാജിവെക്കേണ്ടത് അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ? അങ്ങനെ CPMന്റെ പ്രവർത്തകയല്ലേ ഞാൻ. തീരുമാനിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിലും ഞാൻ പറയില്ലേ.